Hi friends, welcome to my YouTube channel live trading section. So friends, അപ്പം നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽ സ്റ്റിക്ക് ബേസിക്സ്, അതായത് വളരെ ബേസിക്കാണ്. അതായത് ഒരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് മനസ്സിലാക്കണം, പഠിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ബേസ് അറിയാണ്ട് നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഏതൊരു വിഷയം ആയിക്കോട്ടെ, അതിൻ്റെ പ്ലസ്സും മൈനസും അറിയുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം നമുക്കും ട്രേഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്ലസ്സും മൈനസും ഒക്കെ അറിയണ്ടേ, അറിയാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ട്രേഡിംഗ് എന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പം ഒരു ലൈൻ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു ലൈൻ പോലെ മുകളിലും താഴെയൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ നമുക്ക് കാണാം. പക്ഷേ ഈ ലൈൻ എങ്ങനെയാണ് മുകളിലും താഴെയൊക്കെ വരുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയണമെങ്കിൽ നമുക്ക് ശരിക്കും ചാർട്ട് എന്താണ്, ട്രേഡിങ്ങിൻ്റെ ചാർട്ട് എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക്, ലൈൻ ചാർട്ടുണ്ട്. ലൈൻ ചാർട്ട് ജസ്റ്റ് ലൈൻ പോലെ പോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ക്യാൻഡിൽ സ്റ്റിക്കാണ് എല്ലാവരും നോർമലി ഒരു ഒരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവർ യൂസ് ചെയ്യുന്നത് ക്യാൻഡിൽ സ്റ്റിക്സാണ് യൂസ് ചെയ്യുന്നത്. സോ അപ്പം അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. സോ ഫ്രണ്ട്സ്, വെൽക്കം. സോ നമുക്ക് രണ്ട് ക്യാൻഡിലുണ്ട്. ഒന്ന് ബുള്ളിഷ് എന്ന് പറയും, ഒന്ന് ബെയറിഷ് എന്ന് പറയും. ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അപ്പ് ട്രെൻഡിനെ, അതായത് മുകളിലേക്ക് കയറിപ്പോകുന്ന, അതായത് മാർക്കറ്റ് പ്രൈസ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ബുള്ളിഷ് എന്ന് പറയും. മാർക്കറ്റ് പ്രൈസ് താഴോട്ടാണെങ്കിൽ, അതായത് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിനെ ബെയറിഷ് എന്നും പറയും. അപ്പോൾ ബെയറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും താഴോട്ടായിരിക്കും. ഡിമാൻഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് കുറയുമല്ലോ, അതിൻ്റെ വാല്യൂ കുറയുമല്ലോ. അപ്പം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സാധനത്തിൻ്റെ റേറ്റ്, ഇപ്പോൾ നമ്മൾ ഒരു സാധനം മേടിക്കാൻ പോയി അതിൻ്റെ പ്രൈസ്, ഗോൾഡ് തന്നെ നമുക്ക് പറയാം, ഗോൾഡല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗോൾഡിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ, അപ്പോൾ ഗോൾഡ് നമ്മൾ ഇതിപ്പോൾ ഇന്ന് മേടിക്കാൻ പോയി. അപ്പം മേടിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇന്നലെ ഇരുന്നതിനെക്കാട്ടിൽ ഇപ്പോൾ 500 രൂപ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഗ്രീൻ ക്യാൻഡിൽ. അതായത് ഇന്നലെ ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ ഇന്ന് എത്ര കൂടി? 500 രൂപ കൂടി. അപ്പം 500 രൂപ കൂടുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ബുള്ളിഷ്. ബെയറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു സീസൺ ഇല്ലാത്ത ടൈം നോക്കിക്കഴിഞ്ഞാൽ നോർമലി എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈസ് താഴോട്ട് പോയി കഴിയുമ്പോൾ, ചേട്ടാ ഇന്നലെ ഇരുന്നതിനെക്കാട്ടിൽ ഇന്ന് 500 രൂപ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഒരു ബെയറിഷ് സംഭവിച്ചിട്ടുണ്ട്. ക്യാഷ് ഇന്നലെ ഇരുന്നതിനെക്കാട്ടിൽ ഇന്ന് കുറവാണ്. അപ്പം അതാണ് ബെയറിഷ് എന്ന് പറയുന്നത്. അതായത് ഗ്രീൻ ക്യാൻഡിൽ എപ്പോഴും പ്രൈസ് അപ്പിലേക്ക് പോകുന്നതും റെഡ് ക്യാൻഡിൽ എപ്പോഴും കാണിക്കുന്നത് പ്രൈസ് ഡൗണിലേക്ക് വരുന്നതുമാണ്. അതായത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഓപ്പണ് താഴെയായിരിക്കും, ക്ലോസിങ് ഓപ്പണേക്കാട്ടിലും മുകളിലായിരിക്കും. അത് നമുക്ക് ഇവിടെ കാണാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ കണ്ടോ, ഇതാണ് നമ്മളുടെ ഓപ്പൺ പാർട്ട്. ഇവിടെയാണ് നമ്മളുടെ ഓപ്പണിങ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് ക്ലോസ് നടന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അതായത് ഓപ്പൺ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഓപ്പൺ. ഈ ഒരു ഓപ്പൺ ഏരിയ, അതായത് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ചെറിയ ടെയിൽ ക്രിയേറ്റായി. ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഡൗണിലേക്ക് വന്നിട്ട് ഡൗണിൽ തന്നെ ആ മാർക്കറ്റ് ക്ലോസ് ആയില്ല. ഡൗണിൽ ക്ലോസ് ആയിരുന്നെങ്കിൽ അതെന്തായാലും ബെയറിഷ് ആയേനെ. അപ്പം ഇത് അപ്പ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. അപ്പ് ട്രെൻഡിലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റ് ചെറുതായിട്ട് താഴോട്ട് വന്ന് പിന്നെ എന്ത് ചെയ്തു, പ്രൈസ് കയറി മുകളിലേക്ക് വന്നു. ഇവിടം വരെ വന്നു. ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ആകുന്ന സമയത്ത് ഈ ഒരു ഡൗണിൽ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വെച്ച് മാർക്കറ്റ് ക്ലോസ് ആകുന്നത്. ആ ഒരു ഏരിയയിൽ എന്തായി, മാർക്കറ്റ് ക്ലോസ് ആയി. സോ അപ്പം ഈ ഒരു ഭാഗം എന്ന് പറയുന്നതാണ് ക്ലോസിങ്. അപ്പം എന്താ സംഭവിച്ചത്, ഇവിടെ ഓപ്പൺ
സംഭവിച്ച ഇവിടെയും ഓപ്പണിംഗ് സംഭവിച്ച ഇവിടെയും ക്ലോസിങ് നടന്നത് ഈ ഭാഗത്തുമാണ്. സോ അപ്പം അതിൻ്റെ പേരെന്നാണ്, ഓപ്പണേക്കാട്ടിലും മുകളിലാണ് എന്ത് ക്ലോസ് ഇരിക്കുന്നത്. അപ്പം അതിനാണ് പറയുന്നത് അപ് ട്രെൻഡ്, അതായത് ബുള്ളിഷ് എന്ന് പറയുന്നത്. അപ് ട്രെൻഡ് അതായത് ഓപ്പൺ താഴെയും ക്ലോസ് മുകളിലും, അപ്പം അതൊരു ബുള്ളിഷ് ആകും. സോ അപ്പം അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ബെയറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയറിഷ് എങ്ങനെയാണ്, ബെയറിഷ് ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം അത് നിങ്ങൾക്ക് ഇപ്പം ഇതിൽ കാണാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എപ്പോഴും ബെയറിഷ് അല്ലെങ്കിൽ ഒരു നമ്മളിപ്പം മേടിക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പ്രൈസ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ പ്രൈസ് ആയിരിക്കും. അതാണ് ബെയറിഷ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബെയറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക, താഴോട്ട്, അതായത് ഓപ്പൺ മുകളിലും ക്ലോസ് താഴെയുമായിരിക്കും. അതിനാണ് ബെയറിഷ് എന്ന് പറയുന്നത്. എന്തുവാണ്, ഓപ്പൺ മുകളിലും ക്ലോസ് താഴെയുമായിരിക്കും. അപ്പം അതിന് ബെയറിഷ് എന്ന് പറയും. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബെയറിഷ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. സോ അപ്പം ഫ്രണ്ട്സ്, ഇത് മനസ്സിലാക്കേണ്ടത്, ബെയറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞു ഓപ്പൺ മുകളിൽ ക്ലോസ് താഴെ. അപ്പം ഇവിടെ ഡൗൺ ആയിരിക്കും, താഴോട്ടായിരിക്കും വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. അതായത് ബെയറിഷ്, ഇപ്പം ഈ ഒരു ചെയിൻ ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഇരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ മാർക്കറ്റിൻ്റെ പ്രൈസ് മുകളിൽ ഇവിടം വരെ കയറി, പക്ഷേ അവിടെ നിന്നില്ല. എന്ത് ചെയ്തു, ഇവിടെ ഇരുന്ന് ഈ ഏരിയ ഇരുന്ന് താഴോട്ട് പോന്നു. അതായത് ഇവിടെ ഇരുന്ന് താഴോട്ട് വന്ന് ഇവിടം വരെ താഴോട്ട് വന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചേ, ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡൗണിലേക്ക് വന്നു. അത് വന്ന് ഇവിടം വരെ വന്നു, പക്ഷേ ഇവിടം വെച്ച് ക്ലോസ് ആയില്ല. അത് തിരിച്ച് എന്ത് ചെയ്തു, റിട്ടേൺ ഇവിടം വരെ വന്ന് ഇവിടം വെച്ചാണ് ക്ലോസ് സംഭവിക്കുന്നത്. അതായത് ഈ ഒരു ഏരിയയിലാണ് ക്ലോസ് സംഭവിക്കുന്നത്. അതായത് ഈ താഴോട്ട് വന്ന ട്രെൻഡ് പിന്നെ തിരിച്ച് മുകളിലോട്ട് കയറി ഇവിടം വെച്ച് എന്ത് സംഭവിച്ചു, ക്ലോസ് സംഭവിച്ചു. അപ്പം അതായത് അതിൻ്റെ അർത്ഥം, ഈ ഓപ്പണിൻ്റെ മുകളിൽ വെച്ച് സംഭവിച്ചിരുന്നെങ്കിൽ അത് ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇത് ഓപ്പണിൻ്റെ താഴെ വെച്ചാണ് ഈ ക്യാൻഡിലിൻ്റെ ടൈം ക്ലോസ് ആകുന്നത്. അപ്പം അത് ഒരു ബെയറിഷ് ട്രെൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ബുള്ളിഷ് എന്താണ്, ബെയറിഷ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ? ബുള്ളിഷ് ട്രെൻഡ് എന്താണ്, ബെയറിഷ് ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ടെയിലിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഷാഡോ എന്ന് അപ്പർ ഷാഡോ, ലോവർ ഷാഡോ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരാം. വളരെ നന്ദി. എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അടുത്തൊരു നല്ല സെക്ഷനായിട്ട് വരും. ഇതൊരു ബിഗിനിങ് മാത്രമാണ്. അപ്പോൾ ഒരു ബിഗിനേഴ്സിന് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പം ഇത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. സോ ഫ്രണ്ട്സ്, സപ്പോർട്ട് ചെയ്യുക. ഈ എന്താണെന്നുള്ളത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ മറക്കാണ്ട് കാണുക. ഇത് പാർട്ട് 1 മാത്രമാണ്. പാർട്ട് 2 അങ്ങനെ നിങ്ങൾക്ക് ഒന്നൊന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. നല്ല രീതിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.